എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് +1 ജിയോഗ്രഫിയിലെ ചാപ്റ്റർ 3 ഭൂമിയുടെ ഉള്ളറ എന്ന ടോപ്പിക്കാണ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭൂമിയുടെ ഘടനയെക്കുറിച്ചും ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവര സോഴ്സുകളെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പം ഇതിനകത്ത് ആദ്യം തന്നെ ഭൂകമ്പങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ പാളികളായുള്ള ഘടനയെ വെളിവാക്കുന്നു. അപ്പം ഭൂമിക്കുണ്ടാവുന്ന കമ്പനമാണ് ഭൂകമ്പം. ഭൂമിക്കുണ്ടാവുന്ന കമ്പനമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഇപ്പം വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിക്കപ്പെടുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം. അപ്പൊ ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം ഭൂമിയുടെ പാളികളായുള്ള ഘടനയെ വെളിവാക്കുന്നു. പിന്നെ ഭൂമിക്കുണ്ടാവുന്ന കമ്പനമാണ് ഭൂകമ്പം. വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിക്കപ്പെടുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഭൂകമ്പം. പിന്നെ ഇനി അടുത്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഭൂമിക്ക് കമ്പനം ഉണ്ടാകുന്നു. അപ്പം നമുക്ക് ഈ പറയുന്നത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ കൃത്യമായിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ലൈൻസുകളാണ്. അപ്പൊ ആ ലൈൻസുകൾ വെച്ചാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ലൈൻസുകൾ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മുടേതായ ലൈൻസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ആ സമയത്ത് ഓർത്തെടുക്കാൻ നമുക്ക് പറ്റുമെന്ന് പാടായിരിക്കും. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഭൂമിക്ക് കമ്പനം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇതൊരു എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള സ്റ്റെപ്പ് പോലെയാണ് ഇത് പാഠപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൽ ഭൂവൽക്ക ശിലാപാളികളുടെ വിടവുകളായ ഭ്രംശങ്ങളിലൂടെയാണ് ഉള്ളറയിൽ നിന്നുള്ള ഊർജ്ജമോചനം സംഭവിക്കുന്നത്. ഭ്രംശങ്ങൾ എന്ന് വെച്ചാൽ ഫോൾസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഫോൾസ്. അപ്പം ഭ്രംശങ്ങളിലൂടെയാണ് ഉള്ളറയിൽ നിന്നുള്ള ഊർജ്ജമോചനം സംഭവിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു പിക്ചറൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം അതില് ഭ്രംശത്തിന് ഇരുവശങ്ങളിലുമുള്ള ശിലകൾക്ക് വിപരീത ദിശയിൽ തെന്നിമാറാനുള്ള പ്രവണതയുണ്ട്. അപ്പം ഊർജ്ജമോചനം സംഭവിക്കുന്നു. അതിന് തന്നെ ഭ്രംശത്തിന് ഇരുവശമുള്ള ശിലകൾക്ക് വിപരീത ദിശയിൽ തെന്നിമാറാനുള്ള പ്രവണതയുണ്ട്. എന്നാൽ മുകളിലെ ശിലാപാളികളുടെ സമ്മർദ്ദവും കർഷണവും ഈ ശിലകളെ ചേർത്ത് നിർത്തുന്നു. അപ്പം ചേർത്ത് നിർത്തുന്നു. അപ്പം അന്നേരം പിന്നെന്ന് വെച്ചാൽ പരസ്പരം ഈ അകന്നു മാറാനുള്ള ശിലകളുടെ പ്രവണത കർഷണത്തെ അതിജീവിക്കുന്ന സാഹചര്യങ്ങൾ, അതിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ ഈ ശിലാമണ്ഡലങ്ങൾ അതിവേഗത്തിൽ ഒന്നിനൊന്ന് ഉരസി നീങ്ങുന്നതിന് ഇടവരുത്തും. അപ്പം അങ്ങനെ ഇടവരുത്തുമ്പോൾ ഇത് ഊർജ്ജമോചനത്തിനും ഇപ്പൊ അത് പെട്ടെന്ന് തെറ്റിയങ്ങ് പോകാനും, അതായത് ഊർജ്ജമോചനത്തിനും തുടർന്ന് തരംഗ രൂപത്തിലുള്ള ഊർജ്ജ പ്രസരണത്തിനും ഇടയാകുന്നു. അങ്ങനെയാണ് ഈ ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം ഇതിന്റെ തന്നെ ഓരോ ലൈൻസിലും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ട്. ഇനി വരുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഭൂമി കമ്പനം. ഇപ്പൊ എന്റെ ഒരു ലാംഗ്വേജിൽ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തിന്, അതായത് ക്രസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂവൽക്കത്തിന്റെ പുറംപാളിയായ ഭൂവൽക്കത്തിന് ധാരാളം വലിയ വിടവുകളും പിളപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവയെ ഫോൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ടാണ് ഭൂമി കുലുങ്ങുന്നത്. ഇത് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ്. ഇപ്പം ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ടാണ് ഭൂമി കുലുങ്ങുന്നത്. അപ്പം ഈ ഫോഴ്സിന് ഇരുവശമുള്ള പാറക്കൂട്ടങ്ങൾ എപ്പോഴും എതിർ ദിശയിലേക്ക് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ പാറകൾക്ക് മുകളിലുള്ള മറ്റ് പാറകളുടെ ഈ ഭാരവും സമ്മർദ്ദവും കാരണം അവ പരസ്പരം ശക്തമായി ഉരസിപ്പിച്ച കർഷണം മൂലം അനങ്ങാതെ അങ്ങിരിക്കും, ലോക്കായി അങ്ങിരിക്കും. അപ്പം ഈ പാറകൾ ഈ പരസ്പരം അനങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്കിടയിലെ സമ്മർദ്ദം ക്രമാതീതമായിട്ട് അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഈ സമ്മർദ്ദം കൂടുമ്പോൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മർദ്ദത്തിന് ഈ പാറകൾ തമ്മിലുള്ള ഈ കർഷണത്തെ മറികടക്കാൻ സാധിക്കും. അപ്പം ഉടനെ തന്നെ ആ പാറകൾ പെട്ടെന്ന് ഒന്നിച്ചങ്ങ് തെന്നി മാറും. അപ്പം ഈ പാറകൾ ഇങ്ങനെ പെട്ടെന്ന് തെന്നി മാറുമ്പോൾ അതിന് അടിഞ്ഞു കൂടിയിരിക്കുന്ന അതിനകത്തുള്ള ഈ ഭീമാകാരമായ, അതായത് ഒരു നമ്മളെ ഒരു അണക്കെട്ടിൽ നിന്ന് വെള്ളം കെട്ടി നിർത്തിയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് തുറന്നു വിടുമ്പോൾ അത്രയും ഊർജ്ജം പുറത്തു കൊടുക്കില്ല. അതേ കണക്ക് തന്നെ ഈ ഭീമാകാരമായ ഊർജ്ജം ഒറ്റയടിക്ക് പുറത്ത് ചാടും. അപ്പൊ ഈ ഊർജ്ജം എല്ലാ ദിശകളിലേക്കും തരംഗങ്ങൾ പോലെ എന്ന് വെച്ചാൽ പടരുകയും അത് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുമ്പോൾ നമുക്ക് അത് ഭൂമികുലുക്കമായി അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഭൂമികുലുക്കം ഉണ്ടാകുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ ആദ്യം അതിന്റെ ഒരു ഘട്ടങ്ങൾ എന്ന് വെച്ചാൽ ഈ പാറകളിലെ കർഷണം ആദ്യം ഉണ്ടാകുന്നു, പിന്നെ സമ്മർദ്ദം കൂടുന്നു, പെട്ടെന്ന് തെന്നി മാറുന്നു, ഊർജ്ജം പുറത്തേക്ക് വരുന്നു, ഭൂമി കുലുങ്ങുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ ഭൂമികുലുക്കം ഉണ്ടാകുന്നത്. അറിഞ്ഞിരിക്കാനാണ് ഇത്
നമുക്ക് അടുത്തെന്ന് വെച്ചാൽ ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഹൈപ്പോസെൻട്രൽ എന്ന് വിളിക്കുന്നു. അപ്പം ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ അല്ലെങ്കിൽ ഹൈപ്പോസെൻട്രൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം വിവിധ ദിശകളിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഭൗമോപരിതലത്തിൽ എത്തുന്നു. ഈ ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം എന്നാണ് വിളിക്കുന്നത്, അതായത് എപ്പി സെന്റർ. പ്രഭവ കേന്ദ്രം എപ്പി സെന്റർ. അപ്പം എന്നാല് ഈ ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിയത്. ഈ ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത്. അപ്പം ഇനി അടുത്തെന്ന് വെച്ചാൽ ഭൂകമ്പ തരംഗങ്ങൾ. അപ്പം ഭൂകമ്പ തരംഗങ്ങൾ ഈ ഭൂകമ്പ തരംഗങ്ങൾ ശിലാമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. ഭൂകമ്പ തരംഗങ്ങൾ സംഭവിക്കുന്നത് ശിലാമണ്ഡലത്തിലാണ്, ലിത്തോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ഇപ്പം ലിത്തോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ ശിലാമണ്ഡലം എന്നത് 200 മീറ്റർ, അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് പരമാവധി 200 മീറ്റർ കനത്തിലുള്ള പാളിയാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് 200 കിലോമീറ്റർ വരെ കനത്തിലുള്ള പാളിയാണ്. പിന്നെ അടുത്ത് തന്നെ ഭൗമോപരിതലത്തിലെത്തുന്ന ഭൂകമ്പ തരംഗങ്ങളെ സീസ്മോഗ്രാഫ് എന്ന ഉപകരണത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പം ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത് സീസ്മോഗ്രാഫ് എന്ന ഉപകരണത്തിൽ, സീസ്മോഗ്രാഫിലാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ അതേ തന്നെ ഈ ഭൂകമ്പ തരംഗങ്ങളെ മുഖ്യമായും ബോഡി തരംഗങ്ങളെന്നും ഉപരിതല തരംഗങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അതുപോലെ തന്നെ ഈ ബോഡി തരംഗങ്ങളെ നമുക്ക് പി തരംഗങ്ങളെന്നും എസ് തരംഗങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. ബോഡി തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി തരംഗങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭൂകമ്പങ്ങളെയാണ് രണ്ടായിട്ട് ബോഡി തരംഗങ്ങളെന്നും, അതായത് ഭൂശരീര തരംഗങ്ങളെന്നും ഉപരിതല തരംഗങ്ങളെന്നും രണ്ടായി തരംതിരിക്കുക. ബോഡി തരംഗങ്ങൾ എന്ന് വെച്ചാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജ്ജമോചനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉൾഭാഗത്തു കൂടി എല്ലാ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നു. അതിനാലാണ് ഈ തരംഗങ്ങളെ ബോഡി തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജ്ജമോചനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉൾഭാഗത്തു കൂടി എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നു. അതിനാലാണ് ഇവയെ ബോഡി തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിച്ച് ഉപരിതല തരംഗങ്ങൾ, അതായത് സർഫസ് വേവ് എന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നെ അതുതന്നെ ഭൂവസ്തുക്കളുടെ സാന്ദ്രതയ്ക്കനുസരിച്ച് ഭൂകമ്പക തരംഗങ്ങളുടെ പ്രവേഗത്തിലും മാറ്റം ഉണ്ടാകുന്നു. പിന്നെ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തരംഗങ്ങൾ കൂടുതൽ വേഗതയിലും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ തരംഗങ്ങൾ കുറഞ്ഞ വേഗതയിലും സഞ്ചരിക്കുന്നു. വ്യത്യസ്ത സാന്ദ്രതയുള്ള ശിലാവസ്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ തരംഗങ്ങളുടെ പ്രതിഫലനത്താലും അപവർത്തനത്താലും ഇവയ്ക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. ഇതൊക്കെ പാഠപുസ്തകത്തിലുള്ള അതേ സെന്റൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബോഡി തരംഗങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന്, പി തരംഗങ്ങളെന്നും എസ് തരംഗങ്ങളെന്നും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചേക്കണം. ബോഡി തരംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്, പി തരംഗങ്ങൾ എസ് തരംഗങ്ങളെന്നും. ഇപ്പൊ പി തരംഗങ്ങൾ, ഇപ്പം ഇത് ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നത് പി തരംഗങ്ങളാണ്. എന്നുവെച്ചാൽ അത് വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നത് പി തരംഗങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഈ തരംഗങ്ങളെ പ്രാഥമിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രാഥമിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് പി തരംഗങ്ങളെയാണ്. അപ്പം ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നത് പി തരംഗങ്ങളാണ്. അതുപോലെ തന്നെ ഈ തരംഗങ്ങളെ വിളിക്കുന്നത് പ്രാഥമിക തരംഗങ്ങളാണ്. പിന്നെ ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ളത് പി തരംഗങ്ങളാണ്. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ളത് പി തരംഗങ്ങളാണ്. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ളത് പി തരംഗങ്ങളാണ്. പിന്നെ ഹരദ്രവ വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും പി തരംഗങ്ങളാണ്. അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പി തരംഗങ്ങളെ കുറിച്ച് പറയുന്നത്. എന്നുവെച്ചാൽ ഭൂകമ്പ തരംഗങ്ങളിൽ ബോഡി തരംഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ് പി തരംഗങ്ങളും എസ് തരംഗങ്ങളും എന്ന് പറയുന്നത്. ഇപ്പം ഇത്
ഭൂപ്രതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നത് ബി തരംഗങ്ങളാണ്. അതിനെ പ്രാഥമിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. ശബ്ദങ്ങളോട് സമാനതയുള്ളത് ബി തരംഗങ്ങളാണ്. ഹരിദ്രവ വാതക പദാർത്ഥങ്ങളോട് സഞ്ചരിക്കാൻ കഴിയുന്നതും പി തരംഗങ്ങളാണ്. പിന്നെ അടുത്ത എസ് തരംഗങ്ങൾ എത്തുന്നു. എസ് തരംഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഇത് പി തരംഗങ്ങളെക്കാളും സമയമെടുത്തിട്ടാണ് എസ് തരംഗങ്ങൾ എത്തുന്നത്. ഇതിനെ ദ്വിതീയ തരംഗങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദ്വിതീയ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇപ്പം എസ് തരംഗങ്ങൾ എന്ന് വെച്ചാൽ ദ്വിതീയ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ ഈ എസ് തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ. എസ് തരംഗങ്ങളുടെ ഈ സവിശേഷത ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശാസ്ത്രജ്ഞർക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ഉള്ളറയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എസ് തരംഗങ്ങൾ കൊണ്ടാണ് സാധ്യമായത്, ഏറെ സഹായമായത്. അപ്പം എസ് തരംഗങ്ങൾ ആദ്യം എത്തുന്നത് പി തരംഗങ്ങളാണ്. എസ് തരംഗങ്ങൾ സമയമെടുത്തിട്ടാണ് എത്തുന്നത്. ഇതിനെ ദ്വിതീയ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഖരമാധ്യമങ്ങളിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. പിന്നെ അതുപോലെ തന്നെ അടുത്താണ് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഭൂകമ്പ തരംഗങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബോഡി തരംഗങ്ങൾ എന്നും ഉപരിതല തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രതല തരംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വിനാശകാരികളായ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. പ്രതല തരംഗങ്ങൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നല്ല ചാൻസ് ഉള്ളതാണ്. വിനാശകാരികളായ ഭൂകമ്പ തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്. അപ്പൊ അത് കാരണം ശിലകളുടെ സ്ഥാനമാറ്റത്തിനും ഉപരിതലത്തിലെ ഭൗതിക വസ്തുക്കളുടെ നാശത്തിനും കാരണമാകുന്നു. പിന്നെ എന്ന് വെച്ചാല് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിഴൽ മേഘങ്ങൾ, അതായത് ഷാഡോ സോൺസ് എന്ന് പറയുന്നതാണ്. അതില് നിഴൽ മേഘങ്ങൾ സീസ്മോഗ്രാഫുകളിൽ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ചലന കേന്ദ്രത്തിൽ നിന്ന് നിശ്ചിത ദൂരത്തിലുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ തരംഗങ്ങൾ എത്തിച്ചേരാറില്ല. ഇത്തരം മേഖലകളെ നിഴൽ മേഖലകൾ എന്ന് വിളിക്കുന്നു. അടുത്തതെന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള ഭൂകമ്പങ്ങളുണ്ട്. അതിന് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ, കൊളാപ്സ് ഭൂകമ്പങ്ങൾ, വിസ്ഫോടന ഭൂകമ്പങ്ങൾ, ജലസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ, ഇങ്ങനെ 5 തരത്തിലുള്ള ഭൂകമ്പങ്ങളാണ് ഉള്ളത്. അതിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ച് പറയാം. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകാറുള്ളത് ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ്. ഭ്രംശ തലത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിലാണ് ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ ഉണ്ടാകുന്നു. അടുത്തത് കൊളാപ്സ് ഭൂകമ്പങ്ങൾ. ഇപ്പം തീവ്ര ഖനന മേഖലകളിൽ ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിയുന്നത് ചെറിയ തോതിൽ വിറയൽ സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം ഭൂകമ്പങ്ങളെ കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ചില ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാം, ഇതില് വിവിധതരം ഭൂകമ്പങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ അത് ടെക്ടോണിക് ഭൂകമ്പങ്ങളുണ്ട്, അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളുണ്ട്, കൊളാപ്സ് ഭൂകമ്പങ്ങളുണ്ട്, വിസ്ഫോടന ഭൂകമ്പങ്ങളുണ്ട്, ജലസംഭരണീയ പ്രേരിത ഭൂകമ്പം. അത് നമുക്ക് പറയാം. വിസ്ഫോടന ഭൂകമ്പങ്ങൾ, എക്സ്പ്ലോഷൻ എർത്തുകൾക്ക്, ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഭൂകമ്പങ്ങളെയാണ് വിസ്ഫോടന ഭൂകമ്പങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ജലസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ, അതായത് റിസർവോയർ ഇൻഡ്യൂസ്ഡ് ഭൂകമ്പങ്ങൾ. അത് കൂറ്റൻ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങളെയാണ് ജലസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് ഈ വിവിധതരം ഭൂകമ്പങ്ങൾ. വിവിധതരം ഭൂകമ്പങ്ങൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ, കൊളാപ്സ് ഭൂകമ്പങ്ങൾ, വിസ്ഫോടന ഭൂകമ്പങ്ങൾ, ജലസംഭരണീയ പ്രേരിത ഭൂകമ്പങ്ങൾ. അടുത്ത രൂപം എന്ന് വെച്ചാൽ സെക്ഷൻ എന്ന് വെച്ചാൽ ഭൂകമ്പങ്ങൾ അളക്കൽ. അതൊരു ഹെഡിങ് ആണ്. അപ്പം വ്യാപ്തി, അതായത് മാഗ്നിറ്റ്യൂഡ്, തീവ്രത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പങ്ങളെ അളക്കാം. മാഗ്നിറ്റ്യൂഡ്, ഇന്റൻസിറ്റി, അതായത് വ്യാപ്തി, തീവ്രത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പങ്ങളെ അളക്കാം. ഭൂകമ്പത്തിന്റെ വ്യാപ്തി റിക്ടർ സ്കെയിലാണ് നിർണ്ണയിക്കുന്നത്. നിർണ്ണയിക്കുന്നത് ഭൂകമ്പത്തിന്റെ വ്യാപ്തി. നമ്മൾ തന്നെ അറിയാം ഇത്ര റിക്ടർ സ്കെയിലിന് മുകളിലുള്ള ഭൂകമ്പമായിരുന്നു എന്നൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഒരു ഭൂകമ്പത്തിന്റെ വ്യാപ്തി അതിലൂടെ മോചിക്കപ്പെടുന്ന ഊർജത്തിന്റെ തോതിനനുസരിച്ചാണ്. അപ്പം അതിൽ 0 to 10 വരെ സംഖ്യ കൊണ്ട് ഭൂകമ്പത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കാം, ഭൂകമ്പത്തിന്റെ മാഗ്നിറ്റ്യൂഡ് നിർണ്ണയിക്കാം.
0 to 10 വരെയുള്ള സംഖ്യകളുണ്ട്. അപ്പം ഇറ്റാലിയൻ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ മെർക്കാലിയുടെ പേരാണ് ഭൂകമ്പ തീവ്രതയുടെ ഏകകത്തിന് നൽകിയിട്ടുള്ളത്. ഇത് ഓർത്തു വെച്ചേക്കണം, മെർക്കാലിയുടെ പേരാണ്. അപ്പോൾ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂകമ്പ തീവ്രത നിർണ്ണയിക്കുന്നത്. ഭൂകമ്പ തീവ്രത നിർണ്ണയിക്കുന്നത് വെച്ചാൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഭൂകമ്പ തീവ്രതയുടെ തോത് 1 മുതൽ 12 വരെ ആകാം. അതായത് ഭൂകമ്പ തീവ്രതയുടെ തോത് 1 മുതൽ 12 വരെയും 0 മുതൽ 10 വരെ സംഖ്യ കൊണ്ട് ഭൂകമ്പ വ്യാപ്തി നിർണ്ണയം. ഭൂകമ്പത്തിന്റെ വ്യാപ്തി 0 to 10 വരെയും ഭൂകമ്പത്തിന്റെ തീവ്രത 1 to 12 വരെ ആകാം. അപ്പം അടുത്തത് ഭൂകമ്പ ഫലങ്ങൾ. അപ്പൊ ഭൂകമ്പം മൂലം ഉള്ള എന്തൊക്കെ ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്? അപ്പം ഭൂകമ്പം മൂലം ഭൂപ്രകമ്പനം ഉണ്ടാകുന്നു. അതായത് ഗ്രൗണ്ട് ഷേക്കിംഗ് ഉണ്ടാകും. ഭൂകമ്പ പ്രകമ്പനം അല്ല, ഭൂപ്രകമ്പനം ഉണ്ടാകുന്നു, ഗ്രൗണ്ട് ഷേക്കിംഗ് ഉണ്ടാകുന്നു. അടുത്ത ഭൗമോപരിതല രൂപമാറ്റം, ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെന്റ്, ഉരുൾപൊട്ടലുകൾ, ലാൻഡ് സ്ലൈഡ്, മഡ് സ്ലൈഡ്സ്, പിന്നെ മണ്ണ് ഒലിച്ചു പോകൽ, സോയിൽ ലിക്വിഫാക്ഷൻ, ഭൂവൽക്ക ഭാഗങ്ങളുടെ തെന്നിമാറൽ, പിന്നെ അടുത്ത മണ്ണിടിച്ചിൽ, പിന്നെ ഭൂസ്ഥാന ചലനം, ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെന്റ്, ജലസംഭരണിയുടെ കരകവിയലും നീരൊഴുക്ക് തടസ്സപ്പെടലും, ഫ്ലഡ് ഇൻ ഡാംസ് ആൻഡ് ലിവി ഫെയിലുവർ, പിന്നെ അടുത്ത തീ ഉണ്ടാവുന്നു, മനുഷ്യനിർമ്മിതികളുടെ തകർച്ച ഉണ്ടാകുന്നു, വസ്തുക്കളുടെ പതനം ഉണ്ടാകുന്നു, സുനാമി ഉണ്ടാകുന്നു. ഭൂകമ്പ പ്രകമ്പനം, ഭൗമോപരിതല രൂപമാറ്റം, ഉരുൾപൊട്ടലുകൾ, മണ്ണൊലിച്ചു പോകൽ, ഭൂവൽക്ക ഭാഗങ്ങളുടെ തെന്നിമാറൽ, മഞ്ഞിടിച്ചിൽ, ഭൂസ്ഥാന ചലനം, ജലസംഭരണിയുടെ കരകവിയലും നീരൊഴുക്ക് തടസ്സപ്പെടലും, തീയുണ്ടാവുന്നു, മനുഷ്യനിർമ്മിതികളുടെ തകർച്ച ഉണ്ടാകുന്നു, വസ്തുക്കളുടെ പതനം ഉണ്ടാകുന്നു, സുനാമികൾ ഉണ്ടാകുന്നു. അപ്പം അതുപോലെ തന്നെ അതിശക്തമായ ഭൂകമ്പങ്ങൾ കടൽത്തറയിൽ രൂപപ്പെടുന്നതിന്റെ ഫലമായാണ് സുനാമികൾ ഉണ്ടാകുന്നത്. സുനാമികൾ എന്ന് വെച്ചാൽ ഭൂകമ്പങ്ങളല്ല, മറിച്ച് ഭൂകമ്പ ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന പടുകൂറ്റൻ തിരമാലകളാണ്. ഒരു ഭൂകമ്പത്തിന്റെ വ്യാപ്തി റിക്ടർ സ്കെയിലിൽ 5 കൂടുതലാണെങ്കിൽ അത് നാശങ്ങൾക്ക് ഇടവരുത്തും. ഇപ്പൊ 5 കൂടുതലാണെങ്കിൽ നാശങ്ങൾക്ക് ഇടവരുത്തും. 8 കൂടുതലാണെങ്കിൽ അത് കനത്ത നാശങ്ങൾക്ക് ഇടവരുത്തും. അത് നമ്മൾ പറയുന്നുണ്ട്. അതിശക്തമായ ഭൂകമ്പങ്ങൾ കടൽത്തറയിൽ രൂപപ്പെടുന്ന ഫലമാണ് സുനാമികൾ ഉണ്ടാകുന്നത്. സുനാമികൾ ഭൂകമ്പങ്ങളല്ല, മറിച്ച് ഭൂകമ്പ ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന പടുകൂറ്റൻ തിരമാലകളാണ്. അപ്പൊ ഒരു ഭൂകമ്പത്തിന്റെ വ്യാപ്തി റിക്ടർ സ്കെയിലാണ് 5 കൂടുതലാണെങ്കിൽ അത് നാശങ്ങൾക്ക് ഇടവരുത്തും. ഒരു ഭൂകമ്പം ഏതാനും സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കും. അതിശക്തമായ ഭൂകമ്പങ്ങൾ റിക്ടർ സ്കെയിലിൽ 8 കൂടുതൽ വ്യാപ്തിയുള്ളവയാണ്. അതിശക്തമായത് 8 കൂടുതലും, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന 5 കൂടുതലും. അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ അഗ്നിപർവ്വതങ്ങൾ, അഗ്നിപർവ്വതജന്യ ഭൂരൂപങ്ങളും. ഇപ്പം ഭൗമാന്തർ ഭാഗത്തു നിന്ന് വാതകങ്ങൾ, ചാരം, ശിലാദ്രവം, ശിലാഖണ്ഡങ്ങൾ തുടങ്ങിയവ പുറന്തള്ളപ്പെടുന്ന മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ, അതായത് വോൾക്കാനോസ്. ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായി ശിലകൾ ദ്രാവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള അസ്തനോസ്ഫിയറിൽ നിന്നാണ് ശിലാദ്രവ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് വമിക്കുന്നത്. അതായത് അസ്തനോസ്ഫിയറിൽ നിന്നാണ് ശിലാദ്രവം അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് വമിക്കുന്നത്. ഈ ശിലാദ്രവത്തെ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് ഭൗമോപരിതലത്തിലേക്ക് വന്നു ചേരുന്നതോടെയാണ് അതിനെ ലാവ എന്ന് വിളിക്കുന്നത്. നമുക്ക് ശിലാദ്രവത്തെ മാഗ്മ എന്ന് വിളിക്കുന്നു. അത് ഉപരിതലത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഇതിനെ ലാവ എന്ന് പറയുന്നു. അപ്പം അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വെച്ചാൽ വിവിധതരം അഗ്നിപർവ്വതങ്ങളാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്പീഡിൽ പോകുന്നതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾ നോക്കി വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് എഴുതി വെച്ചാൽ മതി. വിവിധ തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. അത് 5 തരത്തിലാണ് ഉള്ളത്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കൽഡറ, ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ്, സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. 5 തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളാണ് ഉള്ളത്. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ, കോമ്പോസിറ്റ് വോൾക്കാനോസ്, കാൽഡറ, ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസസ്, സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ചർച്ച ചെയ്യാം.
ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. ബസാൾട്ട് പ്രഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയ ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ് ഏറ്റവും വിസ്തൃതമായ അഗ്നിപർവ്വതങ്ങൾ. ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഉദാഹരണമാണ്. ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾക്കാണ് ഉദാഹരണം. ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഉയർന്നു പൊങ്ങുന്ന ലാവയിൽ നിന്ന് അഗ്നിപർവ്വത മുഖത്ത് കരവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ മധ്യഭാഗത്തെ കൂനകൾ രൂപപ്പെടുന്നു. ഇവ സിൻഡർ കോണുകൾ എന്നറിയപ്പെടുന്നു. സിൻഡർ കോണുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഷീൽഡ് അഗ്നിപർവ്വതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിൻഡർ കോണുകൾ. അപ്പം ഇത് പൊതുവെ സ്ഫോടനാത്മകത കുറഞ്ഞ അഗ്നിപർവ്വതങ്ങൾ. സ്ഫോടനാത്മകത കുറഞ്ഞ അഗ്നിപർവ്വതങ്ങൾ ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ ഷീൽഡ് അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ്. സിൻഡർ കോണുകൾ ഷീൽഡ് എന്നറിയപ്പെടുന്നത് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. സ്ഫോടനാത്മകത കുറഞ്ഞത് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. പക്ഷെ ഈ അഗ്നിപർവ്വത നാളിലേക്ക് ജലം കടന്നു ചെല്ലാൻ ഇടയായാൽ ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് സ്ഫോടനം സംഭവിക്കാം. ഇനി അടുത്തത് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങളാണ്. ബസാൾട്ടിനേക്കാൾ ചൂട് കുറഞ്ഞതും കട്ടിയുള്ളതുമായ ലാവയാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതം തീർക്കുന്നത്. സ്ഫോടനാത്മകത കൂടുതലാണ് ഈ അഗ്നിപർവ്വതങ്ങൾക്ക്. ഇനി കാൽഡറ. ഏറ്റവും വിസ്ഫോടനമായ അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ അഗ്നിപർവ്വതങ്ങൾ. ഏറ്റവും വിസ്ഫോടനകരമായ അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ അഗ്നിപർവ്വതം. ഏറ്റവും വിസ്ഫോടനം. ഇപ്പം ഈ സ്ഫോടനാത്മകത കുറഞ്ഞത് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ, വിസ്ഫോടനം കൂടിയത് കാൽഡറ അഗ്നിപർവ്വതങ്ങളാണ്. ഈ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനത്തിലുള്ള വസ്തുക്കൾ നിക്ഷേപിച്ച് വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയല്ല, മറിച്ച് തകർന്നടിഞ്ഞ് ഗർത്തങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നിപർവ്വത മുഖം തകർന്നടിഞ്ഞ് രൂപപ്പെടുന്ന വിശാല ഗർത്തങ്ങളെ കാൽഡറ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഷീൽഡ് അഗ്നിപർവ്വതം പറഞ്ഞു, കോമ്പോസിറ്റ് അഗ്നിപർവ്വതം പറഞ്ഞു, കാൽഡറ പറഞ്ഞു. ഇനി അടുത്തത് ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസൻസ് ആണ്. അപ്പം കൂടുതൽ ദ്രവ സ്വഭാവമുള്ള ലാവ കൂടുതൽ ദൂരങ്ങളിലേക്ക് പരക്കുന്നു എന്നതാണ് ഫ്ലഡ് ബസാൾട്ട് അഗ്നിപർവ്വതങ്ങളുടെ സവിശേഷത. ഇന്ത്യയിൽ മഹാരാഷ്ട്ര പീഠഭൂമി പ്രദേശത്തെ ഡെക്കാൻ ട്രാപ്പ് മേഖല ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസുകൾക്ക് ഉദാഹരണമാണ്. അപ്പം ഡെക്കാൻ ട്രാപ്പ് മേഖല എന്തിന് ഉദാഹരണമാണ്? ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസൻസുകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത സമുദ്രാന്തർ പർവ്വത നിര അഗ്നിപർവ്വതങ്ങൾ. ലോക സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായി ആകെ 70,000 കിലോമീറ്ററോളം നീളത്തിൽ പർവ്വത നിരകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സമുദ്രാന്തര പർവ്വത നിരകളുടെ മുകൾ ഭാഗത്ത് അഗ്നിപർവ്വത സ്ഫോടനം ആവർത്തിച്ചിട്ടുണ്ടാകുന്നു. സമുദ്രാന്തര പർവ്വത നിര അഗ്നിപർവ്വതങ്ങൾ. ഇനി അടുത്ത അഗ്നിപർവ്വത ഭൂരൂപങ്ങൾ. ആന്തരരൂപങ്ങൾ. അഗ്നിപർവ്വതങ്ങളിലൂടെ മോചിക്കപ്പെടുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നു. ഉപരിതലത്തിലാണ് ശിലാരൂപീകരണം നടക്കുന്നതെങ്കിൽ അത്തരം ആഗ്നേയശിലകളെ അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും, ഭൂവൽക്കത്തിനുള്ളിലാണ് ശിലാരൂപീകരണം നടക്കുന്നതെങ്കിൽ അവയെ പാതാള ശിലകൾ എന്നും വിളിക്കുന്നു. ഭൂവൽക്കത്തിനുള്ളിൽ തണുത്തുറയുന്ന ലാവ വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ശിലാരൂപങ്ങളെ ആന്തര ശിലാരൂപങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പം ആന്തരരൂപങ്ങൾ. ബത്തോലിത്തുകൾ എന്നാണ്. ബത്തോലിത്തുകൾ ഭൂവൽക്കത്തിന്റെ അഗാധതകളിൽ ഭീമമായ അളവിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ഏറ്റവും വലിയ ആന്തര ശിലാരൂപങ്ങളാണ് ബത്തോലിത്തുകൾ എന്ന് പറയുന്നത്. അതിവിസ്തൃതമായും കിലോമീറ്ററോളം താഴ്ചയിൽ രൂപപ്പെടുന്ന ഈ ആന്തര ശിലാരൂപങ്ങൾ ഗ്രാനൈറ്റ് ശിലകളാണ്. ഭൂവൽക്കത്തിന്റെ അഗാധതകളിൽ ഭീമമായ അളവിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ഏറ്റവും വലിയ ആന്തര ശിലാരൂപങ്ങളാണ് ബത്തോലിത്തുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലക്കോലിത്തുകൾ. അഗ്നിപർവ്വതജന്യ മകുടങ്ങൾ പോലെ ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്ന ആന്തര ശിലാരൂപങ്ങളാണ് ലക്കോലിത്തുകൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കർണാടക പീഠഭൂമിയിൽ മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകൾ ആന്തര ശിലാരൂപങ്ങൾക്ക് ഉദാഹരണം. ആന്തര ശിലാരൂപങ്ങൾക്ക് ഉദാഹരണം എന്ന് വെച്ചാൽ ലക്കോലിത്തുകൾക്ക് കർണാടക പീഠഭൂമിയിൽ മകുടാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കുന്നുകൾ ലക്കോലിത്തുകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത ലപ്പോലിത്തുകൾ എന്ന് പറയും. ലപ്പോലിത്തുകൾ, ഫക്കോലിത്തുകൾ, സിലോക്കൾ. ഭൗമോപരിതലത്തിലേക്ക് നീങ്ങുന്ന ശിലാദ്രവം ശിലകളിലെ തിരശ്ചീനമായ വിടവുകളിലേക്ക് പ്രവേശിച്ച് തണുത്തുറയുന്നതിലൂടെ വ്യത്യസ്തമായ ആന്തരശിലാരൂപങ്ങൾ കൈവരിക്കുന്നു. കോൺകേവ് ആകൃതി രൂപപ്പെടുന്ന ഇത്തരം ആഗ്നേയ രൂപങ്ങളെ ലപ്പോലിത്തുകൾ എന്ന് വിളിക്കുന്നു.
ഭൗമോപരിതലത്തിലേക്ക് നീങ്ങുന്ന ശിലാദ്രവം ശിലകളിലെ തിരശ്ചീനമായ വിടവുകളിലേക്ക് പ്രവേശിച്ച് തണുത്തുറയുന്നതിലൂടെ വ്യത്യസ്തമായ ആന്തരശിലാരൂപങ്ങൾ കൈവരിക്കുന്നു. അപ്പൊ അവതലാകൃതിയിൽ, അതായത് കോൺകേവ് ആകൃതിയിൽ രൂപപ്പെടുന്ന ഇത്തരം ആഗ്നേയരൂപങ്ങളെ ലപ്പോലിത്തുകൾ എന്ന് വിളിക്കുന്നു. അപ്പം തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയരൂപങ്ങളെ ഫക്കോലിത്തുകൾ എന്നും വിളിക്കുന്നു. തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ആഗ്നേയരൂപങ്ങളെ ഫക്കോലിത്തുകൾ എന്നും കോൺകേവ് രൂപത്തിലുള്ള ആഗ്നേയരൂപങ്ങളെ ലപ്പോലിത്തുകൾ എന്നും വിളിക്കുന്നു. കോൺകേവില് രൂപപ്പെടുന്നത് ലപ്പോലിത്തുകളും തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നതും ഫക്കോലിത്തുകളും ആണ്. അടുത്ത തിരശ്ചീന തലത്തിലാണ് ആന്തരശിലാരൂപങ്ങളെങ്കിൽ അവ സിലോകളോ ഷീറ്റുകളോ ആണ്. സിലോകളോ അല്ലെങ്കിൽ ഷീറ്റുകളോ ആണ്. അപ്പൊ തിരശ്ചീന തലത്തിലാണ് ആന്തരശിലാരൂപങ്ങളെങ്കിൽ അവ സിലോകൾ ആണ്. തിരശ്ചീനമായി ഈ ആഗ്നേയശിലാരൂപങ്ങൾക്ക് നേരിയ കനമേ ഉള്ളുവെങ്കിൽ അവ ഷീറ്റുകൾ എന്നും കനം കൂടുതലാണെങ്കിൽ സില്ലുകൾ എന്നും വിളിക്കാം. തിരശ്ചീനമായ ആഗ്നേയശിലാരൂപങ്ങൾക്ക് നേരിയ കനമേ ഉള്ളെങ്കിൽ അവ ഷീറ്റുകൾ എന്നും കനം കൂടുതലാണെങ്കിൽ സില്ലുകൾ എന്നും വിളിക്കാം. തിരശ്ചീന തലത്തിലാണ് ആന്തരശിലാരൂപങ്ങൾ അവ സില്ലുകളോ ഷീറ്റുകളോ ആണ്. തിരശ്ചീന തലത്തിലെ ആന്തരശിലാരൂപങ്ങളാണെങ്കിൽ അവ സില്ലുകളോ ഷീറ്റുകളോ ആണ്. അപ്പം തിരശ്ചീനമായ ആഗ്നേയശിലാരൂപങ്ങൾക്ക് നേരിയ കനമേ ഉള്ളുവെങ്കിൽ അവ ഷീറ്റുകളെന്നും കനം കൂടുതലാണെങ്കിൽ സില്ലുകളെന്നും പറയുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തിരശ്ചീന തലത്തിൽ ആന്തരശിലാരൂപങ്ങളാണെങ്കിൽ തിരശ്ചീന തലത്തിലാണ് ആന്തരശിലാരൂപങ്ങൾ അവ സില്ലുകളെന്നോ ഷീറ്റുകളെന്നോ പറയാം. പക്ഷെ തിരശ്ചീനമായ ഈ ആഗ്നേയശിലാരൂപങ്ങൾക്ക് നേരിയ കനമേ ഉള്ളുവെങ്കിൽ അവ ഷീറ്റുകളെന്നും എന്നാൽ കനം കൂടുതലാണെങ്കിൽ സില്ലുകളെന്നും വിളിക്കും. ഇനി അടുത്ത ഡൈക്കുകൾ. ഡൈക്സ് ഭൂവൽക്ക ശിലകളിൽ ലംബ ദിശയിലുള്ള വിള്ളലുകളിലേക്ക് കടന്നു കയറുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ് ഭിത്തികൾക്ക് സമാനമായ ആന്തരശിലാരൂപങ്ങൾ ഉണ്ടാക്കും. ഇതാണ് ഡൈക്കുകൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ പൊതുവെ കാണപ്പെടുന്ന ആന്തരശിലാരൂപങ്ങൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവ. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ പൊതുവെ കാണപ്പെടുന്ന ആന്തരശിലാരൂപങ്ങൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിന്റെ ബാക്കിയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യനുകളും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അത് ചെയ്യുന്നതാണ്. ഉടൻ തന്നെ വരും അത്. കാരണം വെച്ചാൽ ഇത്രയൊക്കെയാണ്. നമ്മൾ ഇത് കുറച്ച് ബോറായിട്ട് നിങ്ങൾക്ക് തോന്നും, എന്നാലും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയോ അപ്പൊ പ്രധാന പോയിന്റുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ ഒരു കളറിലേക്ക് ഇട്ടേക്കുന്ന പ്രധാന പോയിന്റുകളായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ ഫുള്ള് കണ്ട് ഇതൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അടുത്ത നമ്മൾ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അറിയാം, ഇപ്പോഴത്തെ ഒരു PSCയുടെ ഒരു ചോദ്യ ഘടന വെച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത് തന്നെ. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ് വരുന്നത്. ക്വസ്റ്റ്യനൊക്കെ നല്ല ടൈറ്റും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റാങ്കിൽ എത്താൻ പറ്റുകയും നല്ലൊരു ജോലി മേടിക്കാനും പറ്റുകയും ചെയ്യത്തുള്ളൂ. ഒരു 10-15 വർഷം മുമ്പുള്ള PSC അല്ല അന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചായിരുന്നെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്തുകയും ജോലി മേടിക്കാനൊക്കെ പറ്റും. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയല്ല. എല്ലാവരും നന്നായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേക്കൻസികളും കുറവാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, നല്ല റാങ്കിൽ എത്തുക, നല്ല ജോലി മേടിക്കുക. എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു.